കേരളത്തിൽ വലിയ സങ്കടമുണ്ട് പറയാൻ. ഏറ്റവും പൊടുന്നനെ ഇല്ലാതായി പോകുന്ന പാർട്ടി ഏതായിരിക്കുമെന്ന് പറയുന്ന വലിയ ഡിസ്കഷനൊക്കെ നേരത്തെ നടന്നിരുന്നു. അത് BJP ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിനാണോ വലിയ ഡാമേജ് ഉണ്ടാക്കുക, അതോ CPM-നായിരിക്കുമോ ഇടതുപക്ഷത്തിനായിരിക്കുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷെ അങ്ങനെ ചർച്ചകളൊക്കെ നടന്നിരുന്നപ്പോൾ തന്നെ ഇവിടെ 3 പാർട്ടികളുടെ സ്പേസ് ഇല്ലെന്നും, അഥവാ 2 പാർട്ടികളുടെ സ്പേസേ ഉള്ളെന്നും, അപ്പോൾ ഏത് പാർട്ടിയുടെ സ്പേസ് ഏത് പാർട്ടിയായിരിക്കും എടുക്കുക എന്നുള്ളതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ, അതായത് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ രണ്ടാം സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴുള്ള ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളന്ന് വിചാരിച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ ഇങ്ങനെ തന്നെ ഒരു 5 കൊല്ലം ഈ സംഘപരിവാർ ഭരണം നടന്നുപോയാൽ, സംഘപരിവാർ ഭരണമെന്ന് പറഞ്ഞാൽ സതീശ് മേനോൻ സർക്കാരിൻ്റെ ഭരണം തന്നെ തുടർന്നു കൊണ്ടുപോയാൽ ഇല്ലാതാകാൻ പോകുന്ന ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പതുക്കെ പതുക്കെ കൂടത്തായി ജോളിയൊക്കെ വിഷം കൊടുത്ത് പതുക്കെ ആളുകളെ ഇല്ലാതാക്കിയതുപോലെ ഏതാണ്ട് സതീശൻ ആ സ്ഥാനത്ത് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ പതുക്കെ മുസ്ലിം ലീഗ് ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റു പല വലിയ നേതാക്കന്മാർക്കും തന്നെ വലിയ സാമ്പത്തിക വിഭവസമാഹരണത്തിൻ്റെയും സാമ്പത്തികവുമായിട്ടുള്ള ലാഭമുണ്ട് എന്ന് പറയുന്ന കിംവദന്തിയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല എത്രത്തോളം ശരിയാണെന്ന്. ആ കിംവദന്തികളിൽപ്പെട്ട് അവരും ഏറ്റവും ഒടുക്കത്തെ ഈ പറയുന്ന പോലെ, സാധാരണ നമ്മൾ റബ്ബറൊക്കെ ഈ പറയുന്ന പോലെ ഏറ്റവും അവസാനത്തെ വെട്ടിന് കൊടുക്കുന്ന പോലെ ഞങ്ങളുടെയൊക്കെ എന്തായാലും കാലം കഴിയാറായി, അപ്പോൾ പോരുന്നത് മാക്സിമം പോരട്ടെ എന്ന് പറയുന്ന ചിന്തയിലാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണമെന്ന് പറഞ്ഞത്, ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ സർക്കാർ എങ്ങനെ അതിന് മറുപടി പറയും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമത്തിലാവുക മുസ്ലിം ലീഗ് ആയിരിക്കും. കാരണം മുസ്ലിം ലീഗിൻ്റെ അടിത്തട്ടിലെ അണികൾ അങ്ങേയറ്റം അസംതൃപ്തരാണ് എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സമസ്തയടക്കമുള്ള വലിയ മതവിഭാഗങ്ങളെ അടക്കം തന്നെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയ പ്രശ്നമുണ്ട്. അതിൽ ഓരോരോ വിഷയങ്ങളായി ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് PM ശ്രീയുടെ കാര്യത്തിൽ, അതായത് PM ശ്രീയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷത്തോടെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ ജയിച്ചത്. ആ ജയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM-ഉം അതുപോലെ BJP-യും തമ്മിലൊരു ഡീലുണ്ടെന്നും അത് CJP ആയി മാറിയിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം ഒരു മുസ്ലിം സമുദായത്തിൻ്റെ കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ മുസ്ലിം കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ കൂടി വളരെ കൃത്യമായി UDF-ന് അനുകൂലമായി വരുമ്പോൾ ഒരു 40-46% വോട്ടുകൾ കിട്ടുമ്പോൾ പിന്നെ ജയിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് കോൺഗ്രസിന് തന്നെ അറിയാം. അതാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ സംഭവിച്ചത്. അതാണ് പലപ്പോഴും ജയിക്കില്ല എന്ന് പറയുന്ന സീറ്റുകളിൽ പോലും വലിയ അഭൂതപൂർവമായിട്ടുള്ള ജയം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ സമ്മാനിച്ചത്. നമുക്കിപ്പോൾ കോഴിക്കോട് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, 13 സീറ്റുകളിൽ 12-ലും UDF ജയിച്ചിരുന്നു. അവർ പോലും വിചാരിക്കാത്ത ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ UDF-ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ ആകെ തോറ്റത് എന്ന് പറയുന്നത് PV അൻവർ മാത്രമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ പഴയ, അതായത് മുഹമ്മദ് റിയാസ് മാത്രമാണ് അവിടെ നിന്ന് ജയിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ വലിയ അഭൂതപൂർവമായിട്ടുള്ള വിജയം കോഴിക്കോടും മലപ്പുറത്തും അതുപോലെ മറ്റു പല മേഖലകളിലും ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ കൺസോൾട്ടേഷനിലായിരുന്നു. ആ കൺസോൾട്ടേഷൻ എല്ലാം ഉണ്ടായത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും PM ശ്രീയിൽ സൈൻ ചെയ്യലുമായി ബന്ധപ്പെട്ടും അജിത് കുമാറിൻ്റെ ദത്താത്രേയ ഹൊസബളയെ കണ്ടതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണർത്തിയിട്ടുള്ള CPM-നെ കുറിച്ചും അതുപോലെ തന്നെ LDF-നെ കുറിച്ചും BJP-യെ കുറിച്ചും ഉയർത്തിയിട്ടുള്ള സംശയങ്ങളാണ്. പക്ഷെ അങ്ങനെ സംശയങ്ങൾ ഉയർത്തി അവർക്ക് വോട്ട് ചെയ്തവർക്ക് അവരെത്ര ഭേദമായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഓരോരോ വിഷയങ്ങളായി ഞാൻ പറഞ്ഞാൽ, PM ശ്രീയുടെ കാര്യത്തിൽ അന്ന് അവിടെ നിന്ന് പ്രസംഗിച്ച നമ്മളെ പ്രിയപ്പെട്ട KM ഷാജിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? PM ശ്രീ ഒപ്പിട്ടപ്പോൾ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്നിറങ്ങിപ്പോയ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ തിരിച്ചു വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നെഹ്റുവും ഗാന്ധിജിയും അല്ല തിരിച്ചു വന്നത്, പകരം നമ്മൾ കണ്ടു ക്വിസ് കോമ്പറ്റീഷനുകളിലേക്ക് VD സവർക്കറാണ് തിരിച്ചെത്തിയത് എന്ന് ഖേദത്തോടുകൂടി മുസ്ലിം സമുദായവും ന്യൂനപക്ഷങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ പച്ചക്കള്ളം പറഞ്ഞതാണ് VD സതീശനും
അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ഞങ്ങൾ ആലോചിച്ച് നടപ്പാക്കുമെന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് ഇപ്പം ഗമ്മിൽ അത് വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഏഷ്യാൻ്റെ പരിപാടിയിൽ ഒരു 2 മിനിറ്റ് 30 സെക്കൻഡ് കഴിയുമ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ആലോചിച്ച് നടപ്പാക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അടുത്തത് പറയുന്നത് ഞങ്ങളിത് നടപ്പാക്കുന്നില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കും, ഞങ്ങൾ ഈ പദ്ധതി പിൻവലിക്കുന്നു എന്നുള്ളത് കേന്ദ്രത്തെ അറിയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതും നടപ്പിലായില്ല. പകരം അത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ഷാജി ഖേദത്തോടു കൂടി അത് അറബിക്കടലിൽ എറിയാൻ കഴിയില്ല, പകരം അത് നടപ്പാക്കിയേ തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയം 2 കേന്ദ്രമന്ത്രിമാർ അബ്ദുൾ വഹാബിനും അതുപോലെ തന്നെ രാജ്യസഭാംഗമായിട്ടുള്ള അബ്ദുൾ വഹാബിനും ജബി മേത്തർക്കും കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇത് നടപ്പാക്കിയില്ലെങ്കിലും ഒന്നും പറ്റില്ല, സംസ്ഥാന സർക്കാരുകൾക്ക് പിൻവാങ്ങാം, ഇതേവരെ കേരളം ഇതിനൊരു പദ്ധതിയോട് സഹകരിച്ചിട്ടില്ല, ഇതിൽ നിന്ന് ഒരു പണം പോലും കൈപ്പറ്റിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പിൻവാങ്ങാമെന്ന് മാത്രമല്ല പിൻവാങ്ങിയാൽ കിട്ടാനുള്ള പണം മാത്രമേ നഷ്ടപ്പെടൂ എന്നാണ്. ഇങ്ങനെ പണം മാത്രമേ നഷ്ടപ്പെടൂ എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ PM ശ്രീ പദ്ധതിയിലൂടെ 1000 കിട്ടുമെന്ന് പറയുന്നത് വെറും പ്രചരണമാണ്. കിട്ടുന്നത് കർണാടകത്തിൽ കഴിഞ്ഞ 3 കൊല്ലം കിട്ടിയതിൻ്റെ കണക്കും അദ്ദേഹം പറയുന്നുണ്ട്, വെറും 200-250 കോടി മാത്രമാണ് കിട്ടുന്നതെന്നാണ്. എന്നിട്ടും സതീശൻ സർക്കാർ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പിൻവാങ്ങാതെ ഞങ്ങളത് തുടരുമെന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് വെട്ടിലായിട്ടുള്ളത്. എന്ത് മറുപടി പറയും മുസ്ലിം ലീഗ്? കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകവും കൂടിയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഷംസുദ്ദീനെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ PM ശ്രീ നടപ്പാക്കുന്നുണ്ടല്ലോ ഇവിടെ, പടച്ചോനെ നീ എത്ര മഹാനാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയ പരിഹാസമാണത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിൽ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാനത് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വന്ദേ മാതരം പാടിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു, മുസ്ലിം ലീഗ് അതിനെതിരാണ്. രണ്ടാമത്തേത് ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ KM ഷാജി തന്നെയാണ് പറയുന്നത്, വീടുകളുടെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ മുദ്ര വെച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ ചെന്ന് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പദ്ധതി, അത് ആവശ്യമുള്ളവർക്കാണ് വീടുകളിൽ കൊടുക്കുന്നത്, എല്ലാവർക്കും അല്ല. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, വീടുകളിൽ വേണോ അതോ ബാങ്കിൽ വേണോ എന്ന്. ബാങ്കിൽ വേണോ എന്നുള്ളവർക്ക് ബാങ്കിൽ കൊടുക്കും, അല്ലാത്തവർക്ക് വീടുകളിൽ കൊടുക്കും. 22 ലക്ഷത്തോളം പേർക്കാണ് വീടുകളിൽ കൊടുക്കുന്നത്. ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് കൂടാതെയാണ് കാസർഗോഡുള്ള ക്വിസ് കോമ്പറ്റീഷനിലേക്ക് VD സവർക്കർ കടന്നു വന്നിട്ടുള്ളത്. ഇത് കൂടാതെയാണ് കേരളത്തിൽ അധികം ചർച്ച ചെയ്യാതിരുന്ന യൂണിവേഴ്സിറ്റികളിലെ അപ്പോയിൻമെൻറ്റുകൾ എല്ലാം തന്നെ ഗവർണർ നടത്തുന്ന രീതി ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെയാണ് RSSൻ്റെ ചീഫ് മോഹൻ ഭഗവത്തിൻ്റെ ചടങ്ങിൽ VCമാർ പങ്കെടുക്കുന്നത്. ഇത് കൂടാതെയാണ് R. സുഗതന് വലിയ സംരക്ഷണം കേരള ഗവൺമെൻറ്റിൻ്റെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ നിയമോപദേശം നൽകിക്കൊണ്ട് പോലും അദ്ദേഹത്തെ കൗൺസിലറായി വെക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തെ കൗൺസിലറായി വെക്കാൻ തീരുമാനിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ BJPക്ക് ചെയ്യുന്നൊരു ഫേവർ മാത്രമല്ല, 19 ക്രിമിനൽ കേസുള്ള ഒരു ക്രിമിനലിനെ ഒരു കൗൺസിലറായി ഇവിടെയുള്ള ജനങ്ങളുടെ മുകളിൽ കെട്ടിയേൽപ്പിക്കണമെന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി ആഭ്യന്തര വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും എന്തിനാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് കൂടി അവർ മറുപടി പറയണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുസ്ലിം ലീഗ് എങ്ങനെ മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും ഒടുവിലിത ഒരു പ്രധാനപ്പെട്ട കാരണവും കൂടി, TG മോഹൻദാസ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പിയ RSS സൈദ്ധാന്തികൻ ആണെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്ന, യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ RSS പോലും തള്ളി പറഞ്ഞ ആ വാർത്തയെ അപലപിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ഒത്തുകളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ 85 ദിവസങ്ങൾ കൊണ്ട് 16ഓളം വരുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ, ആ നിലപാടുകളിൽ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും വലിയ അസംതൃപ്തിയിലാണ്, സമസ്തയടക്കമുള്ള സംഘടനകൾ അസംതൃപ്തിയിലാണ്, ജമാഅത്തെ ഇസ്ലാമി അസംതൃപ്തിയിലാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്ത, അതിൽ തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും തന്നെ ഈ ചതി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിൽ ആ ചതിയുടെ കൂടെ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ KM ഷാജിയും അതുപോലെ N ഷംസുദ്ദീനും എന്ന് പറയുന്ന ഞങ്ങളുടെ ആളുകൾ എന്ന് വിശ്വസിച്ച ആളുകൾ കൂടെ ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഓരോ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും നിങ്ങൾ അല്പാൽപമായി വിഷം കഴിച്ച് മുസ്ലിം ലീഗ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് ചിലപ്പോൾ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകാം, പക്ഷെ രാഷ്ട്രീയമായി നിങ്ങൾ ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. അതിൽ ജോളിയുടെ റോളാണ് യഥാർത്ഥത്തിൽ VD സതീശൻ്റേത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ വിഷം കൊടുത്തുകൊണ്ട് തങ്ങളുടെ നിലപാടുകൾക്കെതിരായി ചെയ്യാൻ അവരെ കൂടി പ്രേരിപ്പിച്ചുകൊണ്ട്
പതുക്കെ പതുക്കെ അവരില്ലാതാക്കുന്നു. ഇതില്ലാതാകുമ്പോൾ കേരളം കാത്തിരിക്കുന്നൊരു അപകടം കൂടിയുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് വളർന്ന് പന്തലിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണെങ്കിലോ മറ്റേതെങ്കിലും മതേതര പാർട്ടികളാണെങ്കിലോ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പന്തലിക്കാൻ പോകുന്നത് പലപ്പോഴും ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP പോലെയുള്ള സംഘടനകൾ കൂടിയാണെങ്കിൽ കേരളം വലിയ അപകടത്തിലാകും. അതിൻ്റെ മറുവശത്ത് തീർച്ചയായിട്ടും BJPക്കും സംഘപരിവാറിനും ഒക്കെ കൂടി വളരാനുള്ള സാഹചര്യം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇത് തന്നെ ആവർത്തിച്ചാൽ 85 ദിവസങ്ങൾ കൊണ്ട് ഇത്രയും ആയെങ്കിൽ അടുത്ത ഈ പറയുന്ന പോലെ 5 കൊല്ലങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും 1800-ലധികം ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. ഇല്ലാതാകാൻ പോകുന്ന ആദ്യത്തെ പാർട്ടി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരിക്കുമെന്ന് ഞാൻ അവരുടെ അണികളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ തിരുത്തൽ ശക്തിയായി, വലിയ സമ്മർദ്ദ ശക്തിയായി മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ മാറേണ്ടതുണ്ട്.